പരിശുദ്ധ നോമ്പിന്റെ സമയത്താണ് നമ്മൾ ഒരുമിച്ച് വീണ്ടും ചേർന്ന് വന്നിരിക്കുന്നത്. വലിയ നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്ത ശുശ്രൂഷ ശുഭക്കോനോയുടെ ശുശ്രൂഷയാണ്. ശുഭക്കോനോ സമാധാനത്തിന്റെ, ക്ഷമയുടെ, സ്നേഹത്തിന്റെ ഒക്കെ ശുശ്രൂഷയാണ്. എത്ര അർത്ഥവത്തായി നമ്മൾ അതിൽ പങ്കെടുത്തു എന്നുള്ളത് സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. കർത്താവ് ശിഷ്യന്മാർ ഞങ്ങളെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞപ്പോ കർത്തൃപ്രാർത്ഥന പഠിപ്പിച്ചു. ആ കർത്തൃപ്രാർത്ഥനയിൽ ഏറ്റവും അധികം നമ്മളെ ബാധിക്കുന്ന ഒരു സ്വയചിന്ത ഉണ്ടാകേണ്ട ഒരു വരി, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കേണ്ടത്. നമ്മൾ തന്നെയാ കർത്താവിനോട് എന്നും പ്രാർത്ഥിക്കുന്നത്. We are sure we are going to forgive others. If only that happens, ഞങ്ങൾക്കും പാപങ്ങൾ ക്ഷമിച്ചു തരണം. നമ്മൾ തന്നെ ഒരു ക്രൈറ്റീരിയ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഞങ്ങളെ ക്ഷമിച്ചാൽ മാത്രം ഞങ്ങളോട് ക്ഷമിച്ചാൽ മതി. പക്ഷെ പലപ്പോഴും നമ്മൾ നമ്മുടെ ക്ഷമ യാചിക്കുമ്പോൾ അതിന്റെ പിന്നിൽ ഈ ഒരു പ്രാർത്ഥനയുടെ അർത്ഥം ഉണ്ടാകുന്നത് നല്ലതായിരിക്കും. നമ്മുടെ പാപങ്ങളെ സമർപ്പിച്ച പാപമോചനത്തിന് വേണ്ടി നമ്മൾ യാചിക്കുമ്പോൾ അതിന്റെ പിന്നിൽ മറ്റാർക്ക് നമ്മളോടോ നമ്മൾക്ക് ആരോടെങ്കിലുമോ എന്തെങ്കിലും ഉണ്ട് എന്ന് തോന്നുന്ന പക്ഷം ബലിയർപ്പിക്കാൻ പോകുന്ന പട്ടക്കാരനോട് പറയുന്നത് പോലെ, ആചാര്യനോട് പറയുന്നത് പോലെ, ആർക്കെങ്കിലും നിന്നോട് വല്ലതും ഉണ്ടെന്ന് തോന്നിയാൽ നിന്റെ ബലിവസ്തു അവിടെ വെച്ച് നീ ആദ്യം പോയി അവനോട് നിരപ്പാകും. ആ നിരപ്പാകുന്ന അനുഭവത്തിലൂടെ മാത്രമേ നോമ്പിലേക്ക് പ്രവേശിക്കുവാനുള്ള അനുവാദം നമുക്കുള്ളൂ. അതുകൊണ്ട് മാപ്പ് നമ്മുടെ ജീവിതത്തിലെ ഒരു സംസ്കാരമായി മാറണം. മാപ്പ് കൊടുക്കുകയും മാപ്പ് അനുഭവിക്കുകയും ചെയ്യുന്ന ഒരനുഭവത്തിലേക്ക് നമ്മൾ വരണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നോമ്പിൽ ഭക്ഷണം വെടിയുന്നുണ്ട്. പക്ഷെ ആ ഭക്ഷണത്തിനപ്പുറത്ത് നമുക്ക് സഹോദരങ്ങളോടുള്ള ബന്ധത്തെ നിലനിർത്താൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് നോമ്പ് ക്ഷമയുടെയും സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും ഒക്കെ അനുഭവമായി മാറുവാനും മറ്റുള്ളവരെ സഹായിക്കുവാനും നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. പട്ടിണിക്കാർക്ക് വേണ്ടി, പ്രയാസം അനുഭവിക്കുന്നവർക്ക് വേണ്ടി, രോഗത്തിലുള്ളവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നു. പക്ഷേ there is no full stop there. There is a comma there. Because there is something to do. There is something to work. That we are going to stop with a prayer, but we are going to do that. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളിലേക്ക് നീളുന്ന ഒന്നാകണം നമ്മുടെ പ്രാർത്ഥന. അല്ലെങ്കിൽ അതുകൊണ്ട് അർത്ഥമില്ല. ഈ നോമ്പ് കൊണ്ട് നമുക്ക് അർത്ഥമില്ല. അതുകൊണ്ട് ഈ നോമ്പ് മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനും കരുതുന്നതിനും അവർക്ക് വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കുന്നതിനും ഒരു മെഴുകുതിരി പോലെ എരിയുന്നതിനും സ്വയം എരിഞ്ഞ് മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കുന്ന ഒരു കൂട്ടമായി നമ്മുടെ കൂട്ടം മാറുവാൻ നമുക്ക് ഇടയാകട്ടെ. സ്നേഹത്തിന്റെ അനുഭവം നമ്മളിൽ ഉണ്ടാകട്ടെ എന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കട്ടെ. ഇന്ന് നമ്മുടെ ദൈവവചനത്തിൽ സംസാരിക്കുന്നത് പ്രിയപ്പെട്ട ടൈറ്റസ് അച്ഛനാണ്. അച്ഛനെ പരിചയമുള്ള ആളുകൾ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അച്ഛൻ പന്തളം കുടശനാട് ഇടവക അംഗമാണ്. ഇപ്പോൾ പ്രിയപ്പെട്ട അച്ഛൻ ബാംഗ്ലൂരിൽ മാസ്റ്റർ ഓഫ് തിയോളജി കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അച്ഛൻ ബാംഗ്ലൂരിൽ നിന്നാണ് നമ്മളോട് സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അച്ഛനോട് ആവശ്യപ്പെട്ടപ്പോൾ അച്ഛൻ സന്തോഷത്തോടു കൂടി അത് ഏറ്റെടുക്കുകയും സമയത്ത് നമ്മോടൊപ്പം തന്നെ ആയിരിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട അച്ഛനെ വളരെ സന്തോഷത്തോടു കൂടി സൗത്ത് വെസ്റ്റ് അമേരിക്കൻ ഡയസിസ് MMVS വേണ്ടി ഈ സമയത്ത് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ശുശ്രൂഷകളെയും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കൂടി വന്ന എല്ലാവരെയും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ദൈവവചന കേൾവി
നമുക്ക് 30, 60, 100 മേനിയായി ഫലം കായ്ക്കുവാനും ഈ നോമ്പിൽ അത് അനുഗ്രഹപ്രദമായി മുൻപോട്ട് നയിക്കുന്ന വഴിയാധാരമായി തീരുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട അച്ഛനെ സ്നേഹപൂർവ്വം ഇന്നത്തെ ദൈവവചന അനുഭവത്തിനായി സ്വാഗതം ചെയ്യുകയും ചെയ്യും. സൗണ്ട് കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല. എന്റെ ശബ്ദം കേൾക്കുന്നില്ല. എന്റെ ഓഡിയോയ്ക്ക് എന്തോ പ്രശ്നമുണ്ട് അച്ഛാ. അച്ഛന് എന്തോ ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ട്. അച്ഛൻ അത് ശരിയാക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പ്ലീസ് വെയിറ്റ് ഫോർ 2 minutes. എലിസബത്താൻ്റെ ആരെങ്കിലും പാട്ട് വല്ലതും പാടാനാണെങ്കിൽ ആരെങ്കിലും ഒരാൾ പാട്ട് പാടാമോ? തനിക്കുത്തരം നൽകുന്നോനേ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. സ്വർഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൻ വാതിൽ തുറക്കണമേ. കേൾക്കണേ
എൻ പ്രാർത്ഥന നൽകണേ എൻ യാചന കേൾക്കണേ എൻ പ്രാർത്ഥന നൽകണേ എൻ യാചന പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ഉത്തരം തരുമെന്നരുളിയോനേ നീക്കം വരാത്തനി വാഗ്ദത്തമെൻ പേർക്കു നീ തന്നുവല്ലോ കേൾക്കണേ എൻ പ്രാർത്ഥന നൽകണേ എൻ യാചന കേൾക്കണേ എൻ പ്രാർത്ഥന നൽകണേ എൻ യാചന. താങ്ക് യു ആനി കുര്യാക്കോസ്. അച്ഛൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. അച്ഛൻ ജോയിൻ ചെയ്തു. ഒന്ന് സംസാരിച്ച കേൾക്കാവുന്ന അറിയാം. അച്ഛാ കേൾക്കാമോ അച്ഛാ? കേൾക്കാം. ഓക്കെ, താങ്ക് യു. ദൈവതിരുനാമം മോശപ്പെടുമാറാകട്ടെ. അച്ഛന്റെ നല്ല വാക്കുകൾക്ക് നന്ദി. എന്റെ വന്യ ഗുരുനാഥൻ ഇവാന്യൂസ് തിരുമേനി ഈ മീറ്റിംഗിൽ കയറുമെന്ന് അറിയിച്ചിരുന്നു. എങ്കിലും അദ്ദേഹം എന്നെ സെമിനാരിയിൽ എന്നെ പഠിപ്പിച്ച എന്റെ വന്യ ഗുരുനാഥൻ കൂടെയാണ്. അഭിമന്യ തിരുമേനി, ബഹുമാനപ്പെട്ട എബിയച്ചൻ, അനുഗ്രഹീത വിശ്വാസ സമൂഹമേ, ഏവർക്കും ക്രിസ്തു യേശുവിൽ എന്റെ സ്നേഹവന്ദനം. നമുക്കൊക്കെ അറിയാം, നമ്മൾ ഓരോ കാലഘട്ടം സീസൺ അനുസരിച്ച് ജീവിക്കുന്നവരെയാണ്. അപ്പം പ്രത്യേകിച്ച് US പോലെയുള്ള ഒരു രാജ്യത്തിൽ ഈ സീസൺ പ്രത്യേകമായി എടുത്തറിയാവുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അതിന്റെ ക്ലൈമറ്റ് ചേഞ്ച് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞതുപോലെ തന്നെ നോമ്പിന്റെ പരിശുദ്ധ നോമ്പ് ആരംഭിച്ചിരിക്കുകയാണ്. പരിശുദ്ധ നോമ്പ് പ്രാർത്ഥനയുടെയും കുമ്പിടിലിന്റെയും അതിവിശുദ്ധമായ ഒരു തീർത്ഥയാത്ര, ഒരു യാത്ര നാം ആരംഭിച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവർ, ഓരോ യാത്രയ്ക്കും അതിന്റെ അനുഗ്രഹീതമായ ഒരു അവസാനവും നമുക്ക് ഉണ്ടാകും. നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഈ നോമ്പ് കർത്താവിന്റെ ക്രൂശിനെ നോക്കിയുള്ള നമ്മുടെ ആത്മീയ യാത്രയുടെ അനുഗ്രഹീത അവസാനത്തിലേക്ക് ചെന്നെത്തുന്ന ഒന്നായി മാറുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. നോമ്പിനെ കുറിച്ച് ഒട്ടനവധി കാര്യങ്ങൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എങ്കിലും നമുക്കറിയാം, ഒരു വൃക്ഷം അതിന്റെ ഇലകൾ വർഷം തോറും പൊഴിച്ച് അത് വീണ്ടും പുതിയ ഇലകൾ തളർക്കുന്നത് പോലെയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും നമ്മുടെ ഈ ആത്മീയ നോമ്പിനെ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കേണ്ടത് എന്നുള്ളത് ഈ തരുണത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. അത് എങ്ങനെയാണ് ദൈവം തമ്പുരാൻ നമ്മളിലേക്ക് കടന്നു വന്നത് എന്നുള്ളത് ഈ ഒരു നിമിഷം നാം ചിന്തിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. കാരണം ഏദൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് പാർപ്പിച്ചപ്പോൾ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഒരു പ്രതിഫലനമായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ദൈവം എല്ലാം മനുഷ്യന് നൽകി. ഏദന്റെ പർദീസയുടെ സന്തോഷവും അനുഭവത്തിന്റെ അനുഗ്രഹീത നിമിഷങ്ങളും സർവ്വതും അവൻ അനുഭവിക്കുവാൻ നൽകിയതിനു ശേഷം ദൈവം ഒരു കാര്യം മാത്രം ആ മനുഷ്യനോട് പറഞ്ഞു. എന്താണ് അവൻ പറഞ്ഞത്? നിനക്ക് എല്ലാം ഈ ലോകത്ത് അനുഭവിക്കാം, പക്ഷേ ഒരു കാര്യം മാത്രം നീ ചെയ്യാൻ പാടില്ല എന്ന് ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവം മനുഷ്യനോട് പറയുകയാണ്. അതുവരെയുള്ള മനുഷ്യന്റെ ജീവിതം വളരെയേറെ സന്തോഷകരമായിരുന്ന ആ നിമിഷത്തിൽ അവൻ ഒരു കാര്യം മാത്രം, ദൈവം ആദ്യമായി അവനോട് പറഞ്ഞതും ഒരു കാര്യമാണ്, നീ തോട്ടത്തിന്റെ നടുവിലെ ഫലം ഭക്ഷിക്കരുത് എന്നുള്ളതാണ്. എന്നാൽ മനുഷ്യൻ അവന്റെ ആഹാരത്തോടുള്ള മോഹമാണ്, ദൈവവചനത്തെ അവൻ അനുസരിക്കാതിരുന്നത് കൊണ്ടും
അവൻ ആദ്യം ചെയ്ത തിന്മ, പാപം എന്ന് പറയുന്നത് ആഹാരത്തിലൂടെയാണ് അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് എന്ന് നമുക്ക് ഈ നോമ്പിന്റെ ദിവസങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവൻ കഴിക്കരുത്, അരുത് എന്ന് പറഞ്ഞ ഒരു കാര്യം അവിടെ എപ്പോൾ മനുഷ്യൻ ചെയ്തോ അവിടെ വെച്ച് ദൈവവും മനുഷ്യനും തമ്മിലുള്ള അനുഗ്രഹീതമായ ഒരു സ്നേഹബന്ധം അവിടെ നഷ്ടമായി പോകുന്ന കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് സഭയും പിതാക്കന്മാരും ഒക്കെ നമ്മളോട് പറയുകയാണ് നോമ്പിന്റെ ഈ അവസരത്തിൽ, ഈ ദിവസങ്ങളിൽ, പ്രിയ മക്കളെ, നിങ്ങൾ ജീവിതത്തിൽ അല്പം ചില വർജനങ്ങൾ, ചില ഉപവാസം നിങ്ങളുടെ ജീവിതത്തിൽ നാം അനുഷ്ഠിക്കണമെന്ന് പറയുമ്പോൾ എത്രമാത്രം നമുക്കത് അനുഷ്ഠിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നുണ്ട്, നമുക്കത് നിയന്ത്രിക്കുവാൻ സാധിക്കുന്നുണ്ട് എന്ന് നാം ചിന്തിക്കണം. അപ്പോൾ വീണ്ടും വീണ്ടും നാം ദൈവത്തെ വീണ്ടും പരീക്ഷിക്കുന്ന, ദൈവത്തെ വീണ്ടും നാം ക്രൂശിലേറ്റുന്ന അവൻ നമുക്ക് വേണ്ടി ജീവനെ അർപ്പിച്ച് നമുക്ക് വേണ്ടി കടന്നു വന്നപ്പോൾ വീണ്ടും അവനെ പ്രയാസത്തിലേക്ക് തീർത്തുന്ന ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു അനുഭവത്തിലാണോ നാം എന്ന് ഈ ദിവസങ്ങളിൽ നമുക്ക് ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നോമ്പ് വിശുദ്ധ നമ്മുടെ ജീവിതത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മളെ ഇറക്കി ചെല്ലുന്നതും അത് നമ്മളെ പരിശോധിക്കുന്നതും ദൈവവുമായുള്ള ബന്ധത്തെ ഊട്ടി ഉറപ്പിക്കുന്നതിനുമായി തീരുന്ന ഒരു കാലഘട്ടം കൂടെയാണ്. തീർച്ചയായും ഭക്ഷണം കഴിച്ച് ആദാമിനെ പർദീസയിൽ നിന്ന് പുറത്താക്കി എങ്കിൽ അതുകൊണ്ട് അവൻ അതിനെതിരെ ഇരുന്ന് ദുഃഖത്തോടുകൂടെ ആദാം വളരെ വിലപിച്ച് പറയുന്ന ഒരു വാക്ക് സുറിയാനി പിതാക്കന്മാരുടെ എഴുത്തുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് അയ്യോ കഷ്ടം, എനിക്ക് എന്ത് സംഭവിച്ചു, നിർഭാഗ്യവാനായ മനുഷ്യ, എന്റെ കർത്താവിന്റെ ഒരു കൽപ്പന ഞാൻ ലംഘിച്ചു, എല്ലാത്തരം നന്മകളും ഞാൻ നിഷേധിക്കപ്പെട്ടു. അതിനാൽ എനിക്ക് വേണ്ടി നട്ടുപിടിപ്പിച്ചതും ഹവ്വായ്ക്ക് വേണ്ടി അടച്ചതുമായ ഏറ്റവും വലിയ പർദീസ, പരിശുദ്ധമായ പർദീസ, നിന്നെ സൃഷ്ടിച്ചവനോട് നിന്റെ തോട്ടങ്ങളിലെ പൂക്കളെ കുറിച്ച് ചിന്തിക്കുവാൻ ഞാൻ അപേക്ഷിക്കുന്നു. അതിനാൽ രക്ഷകൻ അവനോട് നിലവിളിച്ചു പറഞ്ഞു, എന്റെ സൃഷ്ടിയുടെ നഷ്ടം ഞാൻ ആഗ്രഹിക്കുന്നില്ല, മറിച്ച് അത് രക്ഷിക്കപ്പെടുകയും സത്യത്തിന്റെ അറിവിലേക്ക് വരികയും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് യഹോവയാം ദൈവം അവിടുന്ന് നമ്മെ ഓർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആദാം വളരെ സങ്കട ഹൃദയത്തോട് പറയുകയാണ്, അനുഗ്രഹീതമായ പർദീസയുടെ അനുഭവം ഒരു വാക്കുകൊണ്ട്, ഒരു പ്രവൃത്തി കൊണ്ട്, അനുസരണക്കേടുകൊണ്ട്, ഭക്ഷണത്തിലൂടെ എനിക്ക് ഞാൻ തെറ്റിച്ചു പോയി. പക്ഷേ ദൈവം പറയുകയാണ്, ഒരിക്കലും എന്റെ സൃഷ്ടിയെ ഞാൻ നഷ്ടമാക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നില്ല എന്ന്. ആ നഷ്ടപ്പെടുത്തലുകൾ നഷ്ടമാകാതിരിക്കുവാൻ തക്കവണ്ണം തന്റെ സൃഷ്ടിയെ അത്രമാത്രം ദൈവം സ്നേഹിച്ചതിന്റെ കാരണമായിട്ടാണ് യഹോവയാം ദൈവം തന്റെ ഏകജാതനായ പുത്രനെ ഭൂമിയിലേക്ക് അയക്കുകയും അവൻ നമുക്ക് വേണ്ടി ചാട്ടവാർ അടിയേറ്റ് തന്നെക്കാൾ വലിയ ഭാരമേറിയ കുരിശു ചുമന്നുകൊണ്ട് ഗോൽഗൊൽത്തായിലേക്ക് കടന്നു പോവുകയും അവൻ സാത്താനെയും അവന്റെ ആയുധങ്ങളെയും പരാജയപ്പെടുത്തി നമ്മളെ അനുഗ്രഹീതമായ ആ രണ്ടാമത്തെ സ്വർഗീയ വാസത്തിലേക്ക് നമ്മളെ എത്തിച്ചേർക്കുവാൻ തക്കവണ്ണം അവൻ പരിശ്രമിക്കുകയും അതിനുവേണ്ടി വിജയിക്കുകയും ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. നോമ്പിനെ കുറിച്ച് നാം പ്രത്യേകമായി ചിന്തിക്കുമ്പോൾ യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 12-13 വാക്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും. The book of Joel, Prophet Joel, chapter 2, verses 12 and 13. Yet even now declares the Lord, return to me with all your heart, with fasting, with weeping, and with mourning, and rend your hearts and not your garments. Return to your Lord, your God, for he is gracious and merciful, slow to anger and abounding in steadfast love, and he relents over this. എങ്കിലും ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എന്റെ അടുക്കൽ മടങ്ങി വരുവീനെന്ന് യഹോവയുടെ അരുളപ്പാട്. വസ്ത്രങ്ങളെ അല്ല, ഹൃദയങ്ങളെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കൽ മടങ്ങി വരുവീൻ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയവും ഉള്ളവനാകുന്നു.
അവൻ അനർത്ഥത്തെ കുറിച്ച് അനുദപിക്കും എന്ന് നാം ഓർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ നോമ്പിന്റെ അനുഭവത്തിലേക്ക് നാം കടക്കുമ്പോൾ അതിന്റെ ദിവസങ്ങൾ നാം ആരംഭിച്ചിരിക്കുകയാണ്. ഈ ഒരു തീർത്ഥയാത്രയാണ്. നമുക്കറിയാം, ചെങ്കടലിലൂടെയും മരുഭൂമിയുടെ അനുഭവത്തിലൂടെയും കടന്നു പോകുന്ന ഇസ്രായേൽ ജനതയെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചില വർജനങ്ങൾ അവരുടെ ജീവിതത്തിൽ അവരോട് ഏർപ്പെടുത്തിയപ്പോൾ, എന്നാൽ അവർ ദൈവത്തോട് മത്സരിച്ച് ചില സമയത്ത് യാത്ര ചെയ്യുമ്പോഴും ദൈവം അവരെ കൈവിടാതെ പകൽ മേഘസ്തംഭവും അഗ്നിത്തൂണുമായി പാലും തേനും ഒഴുകുന്ന കനാനിലേക്ക് അവരുടെ കൂടെ യാത്ര ചെയ്തതുപോലെ നാമും ഈ അനുഗ്രഹീതമായ നോമ്പിന്റെ ദിവസങ്ങളിൽ നാം യാത്ര ചെയ്യുമ്പോൾ സാത്താന്റെ പലവിധമായ പ്രലോഭനങ്ങളും ഈ ലോകത്തിന്റെ ജീവിതത്തിന്റെ ഫലമായ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. അവിടെയൊക്കെയും യഹോവയാം ദൈവം നമ്മളോട് വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഇപ്രകാരമാണ്: ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എന്റെ അടുക്കൽ മടങ്ങി വരുവീൻ എന്ന് യഹോവ നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നോമ്പിന്റെ അനുഭവം നമുക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ഉള്ളതായി തീരണം എന്ന് ഈ നിമിഷം ഞാൻ ഓർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നോമ്പിലേക്ക് കടക്കുമ്പോൾ നോമ്പിൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതായ 4 ചിന്തകളെ നിങ്ങളോടൊത്ത് ഞാൻ പറയുവാൻ തക്കവണ്ണം ഈ നിമിഷം ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടുന്ന നോമ്പിന്റെ ഒന്നാമത്തേതായ ലക്ഷ്യം എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ പരിവർത്തനമാണ്. ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ ഹാർട്ട്. നോമ്പിന്റെ ജീവിതത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ നമ്മുടെ പ്രത്യേകത, ജീവിതത്തിൽ നമുക്ക് ഒന്നാമതായി വേണ്ടുന്ന മാറ്റം, ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ ഹാർട്ട് ആണ്. നമുക്കറിയാം, ഹൃദയത്തിന്റെ പരിവർത്തനത്തെ കുറിച്ച് ദൈവവചനത്തിൽ അനേക കാര്യങ്ങൾ പറയുന്നുണ്ട്. മനുഷ്യന്റെ ബാഹ്യ രൂപത്തിലല്ല, പിന്നെയോ മറിച്ച് ഹൃദയത്തിന്റെ ആഴങ്ങളിലാണ് ദൈവം നോക്കുന്നത്. ഹൃദയത്തിന്റെ പരിവർത്തനം ദൈവസ്നേഹത്താൽ നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. The transformation of the heart. God looks not at the outward appearance of man, but at the depth of the heart. The transformation of the heart is a process of our lives being transformed by God's love. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം 26-ാം വാക്യത്തിൽ ഇപ്രകാരം യഹോവ നമ്മളോട് പറയുന്നുണ്ട്: ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം നൽകും. I will give you a new heart. നിങ്ങളുടെ ഉള്ളിൽ പുതിയൊരു ആത്മാവിനെ നൽകും. Put a new spirit in you. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് കല്ലുകൊണ്ടുള്ള ഹൃദയം മാറ്റി മാംസളമായ ഹൃദയം നൽകും. I will remove from your heart of stone and give you a heart of a flesh. These words reminds us that God can transform our hearts. He can remove the heart of the stones and give us a heart of love and compassion. ഈ നോമ്പിന്റെ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒന്നാമതായി സ്നേഹവും അനുതാപവും അനുകമ്പയും നിറഞ്ഞ ഒരു ഹൃദയത്തിന്റെ ഉടമകളായിട്ട് നമുക്ക് മാറുവാൻ തക്കവണ്ണം സാധിക്കണം. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദപൂർണവുമായ ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയുവാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാകുവാൻ തക്കവണ്ണം സാധിച്ചാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതവും നാം അനുഷ്ഠിക്കുന്ന നോമ്പും ഏറെ ദൈവത്തിന് പ്രീതിയുള്ളതായി തീരുമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, മാനസാന്തരത്തിനായി നമ്മുടെ മനസ്സുകളെ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. പ്രോഡിഗൽ സണ്ണിന്റെ മടിയനായ പുത്രന്റെ ഉപമ നമ്മുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കുന്ന, വരച്ചു കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയവും ഇത് തന്നെയാണ്. അവന്റെ ജീവിതത്തിൽ നമുക്കറിയാം, ഒരു പിതാവിന് 2 മക്കളുണ്ടായിരുന്നു. അതിൽ ഇളയവൻ തന്റെ അപ്പനോട് തനിക്കുള്ളതൊക്കെയും വാങ്ങിച്ചിട്ട് അപ്പനിൽ നിന്ന് അകന്ന്, അപ്പന്റെ ആ സ്നേഹത്തിന്റെ ബോണ്ടിൽ നിന്ന് അകന്ന് അവൻ ദൂരേക്ക് പോകുകയാണ്. അവൻ എത്രമാത്രം ദൂരേക്ക് അപ്പനിൽ നിന്ന് അകന്നു പോകുന്നു, അത്രമാത്രം അവന്റെ ജീവിതത്തിൽ നഷ്ടങ്ങളുടെ ഒരു കൂമ്പാരം അവന്റെ ജീവിതത്തിൽ നിറയുകയാണ്.
അവന് ലഭിച്ചത് നഷ്ടമായി, അവൻ ഒന്നും കൂടുതലായി സമ്പാദിക്കുവാൻ സാധിച്ചതുമില്ല. എന്നാൽ അവൻ ആ അങ്ങേ എല്ലാം നഷ്ടമായി ജീവനോട് മുന്നോട്ട് ജീവിക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ, അവന്റെ സാഹചര്യത്തിൽ, അവൻ ജീവിച്ച ചുറ്റുപാടിൽ അവനൊരു പ്രയാസം വരുമ്പോൾ അവൻ ഒന്നുമില്ലാത്തവനായി അവൻ അവിടെ നിന്ന് ചിന്തിക്കുകയാണ്. ഒരു മാനസാന്തരത്തിന്റെ അനുഭവം അവന്റെ ജീവിതത്തിലേക്ക് വരികയാണ്. ആ മാനസാന്തരത്തിന്റെ അനുഭവം അവന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവൻ ചെയ്ത ചില കാര്യങ്ങളുണ്ട്. അവൻ തന്റെ പിതൃഭവനത്തെ കുറിച്ചും അപ്പനെയും ഓർത്തു. അവൻ ഓർത്തു എന്ന് മാത്രമല്ല, അവൻ അവന്റെ മനസ്സിൽ ഇപ്രകാരം ഏറ്റു പറഞ്ഞു, അപ്പ ഞാൻ നിന്നോടും സ്വർഗത്തോടും പിഴ ചെയ്തു എന്ന് ഏറ്റുപറയുകയാണ്. മൂന്നാമതായി അവൻ അത് ഓർക്കുകയോ ഹൃദയത്തിൽ ഏറ്റുപറയുകയോ മാത്രമല്ല ചെയ്തത്, എന്നാലും തന്റെ അപ്പന്റെ ഭവനത്തിലേക്ക് തിരിച്ചു വരുവാൻ തക്കവണ്ണം അവനൊരു മാനസാന്തരം, ഹൃദയത്തിന്റെ ഒരു പുതുക്കം അവന് ഉണ്ടാകുകയാണ്. അവൻ തിരിച്ച് മാനസാന്തരപ്പെട്ട് തന്റെ അപ്പന്റെ ഭവനത്തിലേക്ക്, വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അവനെ പ്രതീക്ഷിച്ച്, അവനെ കാത്ത് അവന്റെ ആ സ്നേഹനിധിയായ അപ്പൻ അവിടെ ഇരിക്കുകയാണ്. അവിടെ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്, തന്റെ മകൻ ദൂരെ നിന്ന് വരുന്നത് കണ്ടുകൊണ്ട് ആ അപ്പൻ ഇറങ്ങി ഓടി അവന്റെ അടുക്കിലേക്ക് ചെന്നു എന്നാ പറയുന്നത്. അല്ലാതെ ആ അപ്പൻ ഒരിക്കലും അവിടെ ഇരുന്നു കൊണ്ട് അവൻ ഇങ്ങ് വരട്ടെ, എന്റെ സമ്പാദ്യങ്ങൾ അവൻ നഷ്ടമാക്കി കളഞ്ഞു എന്ന് അല്ല ആ പിതാവ് ചിന്തിച്ചത്. ആ പിതാവ് പറഞ്ഞു, എന്റെ മകൻ മരിച്ചവനായിരുന്നു, എന്നാൽ അവൻ തിരിച്ചു വന്നു. നഷ്ടമാകുന്നതിനെ കുറിച്ച് വിലപിക്കുന്ന ഒരു സ്വർഗവും അവിടെ വസിക്കുന്ന ഒരു പിതാവും ഒരു ജീവനുള്ള ദൈവവും നമുക്ക് ഉണ്ട് എന്ന് പ്രിയപ്പെട്ട ഏവരും നാം മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒരു ഏറ്റവും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ബോധ്യമാണ് അത്. ഈ പിതാവിനെ പോലെ നമ്മുടെ തിരിച്ചുവരവിനെ പ്രതീക്ഷിച്ച് പിതാവ് കാത്തിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു മാനസാന്തരത്തിന്റെ, ഒരു പുതുക്കലിന്റെ, ഒരു അനുതാപത്തിന്റെ, ദൈവസന്നിധിയിലേക്ക് തിരിച്ചുവരവിന്റെ ഒരു അനുഭവം നമുക്ക് ഉണ്ടായിരിക്കണം എന്ന് നാം ഓർപ്പിക്കുകയാണ്. ഒന്നാമതായി ഞാൻ പറഞ്ഞു, നോമ്പിന്റെ ദിവസം, നോമ്പിന്റെ അനുഭവം നമുക്ക് നൽകുന്നത് ഹൃദയത്തിന്റെ പരിവർത്തനം. രണ്ടാമതായി നോമ്പിന്റെ അനുഭവം നമുക്ക് വെളിച്ചത്തിലേക്ക് നമ്മളെ നയിക്കുന്നത് ദൈവവുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. ദൈവവുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുക എന്നുള്ളത്. എങ്ങനെയാണ് ദൈവവുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുന്നത്? ദൈവത്തിന്റെ നിത്യസ്നേഹത്തിന്റെ അനുഭവത്തിലേക്ക് കടക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. Strengthening the relationship with God, experiencing the eternal love. നമുക്ക് യഥാർത്ഥമായ സന്തോഷവും സമാധാനവും അനുഭവിക്കുവാൻ കഴിയുന്നത് ദൈവവുമായുള്ള ശക്തമായ ബന്ധത്തിൽ മാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഇന്ന് ബന്ധങ്ങൾക്കോ യാതൊരു വിലയുമില്ലാതെ കടന്നു പോകുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. അപ്പനും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിലും, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിലും, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധത്തിലും, നാമും ദൈവവുമായ ബന്ധത്തിലും ഒക്കെയും ബന്ധങ്ങൾക്ക് ഉലച്ചിൽ വന്ന, ബന്ധങ്ങൾക്ക് ശക്തിയില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു സമൂഹത്തിൽ നാം ജീവിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കേണ്ടത് ദൈവവുമായുള്ള ശക്തമായ നിത്യസ്നേഹ ബന്ധത്തിൽ നാം അടുത്തു വരണം എന്നുള്ളതാണ്. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യം, ജെയിംസ് ചാപ്റ്റർ 4:8, ദൈവത്തോടെ അടുത്തു ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. എത്ര ശക്തമായ ഒരു ബന്ധം, അല്ലെ എത്ര ശക്തമായ ഒരു വാഗ്ദാനമാണ് ദൈവം നമുക്ക് നൽകുന്നത്. ദൈവം നമ്മളോട് പറയുകയാണ്, പ്രിയമുള്ളവരെ, ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. നമ്മുടെ അടുത്ത് ചെല്ലുവിന് നാം ഒന്ന് അടുത്ത് ചെല്ലുവാൻ തക്കവണ്ണം, അവനിലേക്ക് ഒന്ന് അടുക്കുവാൻ തക്കവണ്ണം കാത്തു പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. Draw near to God and he will draw near to you. So we must strive to
ഡ്രോ നിയർ ടു ഗോഡ്. ദൈവത്തിലേക്ക് അടുക്കുവാൻ നമുക്കൊരു വാഞ്ചയുണ്ടായിരിക്കണം. ഈ നോമ്പിന്റെ ദിവസങ്ങളിൽ നമുക്കറിയാം, ഇന്ന് ദൈവമുണ്ടോ എന്നും അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ആവശ്യമുണ്ടോ എന്നും, അല്ലെ ദേവാലയത്തിലേക്ക് എന്തിനു പോകുന്നു, പ്രാർത്ഥിക്കുന്നത് എന്തിന് എന്നൊക്കെ പലവിധമായ ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ നമുക്കറിയാം എങ്ങനെ നമുക്ക് ദൈവത്തിലേക്ക് അടുത്തു വരുവാൻ സാധിക്കുന്നുണ്ട്. തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ നാം ജോലി ചെയ്യുന്നു, സ്കൂളിൽ പോകുന്നു, അധ്യാപകരുമായും അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായിട്ടൊക്കെ നാം ഇടപെടുന്നു, അവരോടൊക്കെ സംസാരിക്കുന്നു. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നാം ഏറെ തിരക്കിട്ട് നാം മുന്നോട്ട് പോകുന്ന ജീവിത സാഹചര്യങ്ങളിൽ ഒട്ടനവധി ആളുകളുമായി ഇടപെടുന്നുണ്ടെങ്കിലും ആ ഇടപെടുന്നവരുടെയൊക്കെയും നമ്മളോടുള്ള സ്നേഹവും നമ്മളോടുള്ള ആത്മാർത്ഥതയും നിസ്വാർത്ഥ സ്നേഹമാണോ എന്ന് നാം ചിന്തിക്കാം. അങ്ങനെ സ്നേഹത്തിന് വിള്ളലുകൾ ഉണ്ടാകുന്ന ഈ സാഹചര്യത്തിൽ ദൈവം നമ്മെ ഓർപ്പിക്കുകയാണ്, നാം ആരുടെ അടുത്തേക്ക് ചെല്ലണം? നാം അടുത്ത് ചെല്ലേണ്ടത് എൻ്റെ ദൈവത്തിന്റെ അടുക്കിലേക്കാണ്. ദൈവം പറയുകയാണ്, നീ എൻ്റെ അടുക്കിലേക്ക് ഒന്ന് കടന്നു വരിക, അവൻ നമ്മളെ സ്നേഹിക്കും, നമ്മളെ കരുതും എന്ന് ദൈവം നമ്മെ ഓർപ്പിക്കുകയാണ്. യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 4-5 വാക്യം, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിക്കുന്നില്ല എങ്കിൽ സ്വയമായി കായ്ക്കുന്നത് പോലെ നിങ്ങൾ എന്നിൽ വസിക്കുന്നുവെങ്കിൽ കായ്ക്കും. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകും. എന്നിൽ വസിക്കുകയും ഞാൻ അവനിൽ വസിക്കുകയും ചെയ്യുന്നവൻ വളരെ ഫലം നൽകുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല എന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിലേക്ക് അടുത്ത് ചെല്ലുവാൻ, ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുവാൻ, അവന്റെ സന്നിധിയിലേക്ക് പോയി അല്പസമയം അവനോടൊത്തൊന്ന് സംസാരിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ ഒക്കെ നമുക്ക് സമയം ലഭിച്ചില്ല എങ്കിൽ ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം വ്യർത്ഥവും മീനിങ്ലെസ്സുമായി തീരും എന്നുള്ളത് യാതൊരു വിധമായ സംശയവുമില്ലാത്ത കാര്യമാണ്. നോമ്പിന്റെ ഒന്നാമത്തെ അനുഭവം ഹൃദയത്തിലെ പരിവർത്തനത്തിലൂടെ ദൈവത്തിന്റെ അടുക്കലേക്ക്, ദൈവസന്നിധിയിലേക്ക് നമുക്ക് കടന്ന് തിരിച്ചു വരുവാൻ ഉള്ളതാണെങ്കിൽ, രണ്ടാമതായി ദൈവം ഈ നോമ്പിലൂടെ നമ്മളോട് പറയുവാൻ തക്കോണം ആഗ്രഹിക്കുന്നത് അവനുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തണം എന്നുള്ളതാണ്. പ്രാർത്ഥനയിലൂടെയും ധ്യാനത്തിലൂടെയും ദൈവവുമായി കൂടുതൽ അടുക്കുവാൻ തക്കോണം നമുക്ക് സാധിക്കണം. മൂന്നാമതായി നോമ്പിന്റെ ലക്ഷ്യം നമ്മളിലേക്ക് കൊണ്ടുവരുന്നത് സഹോദര സ്നേഹമാണ്. നോമ്പ് നാം സഹോദരങ്ങളെ സ്നേഹിക്കുവാനും സഹായിക്കുവാനുമുള്ള സമയമാണ് എന്ന് നാം മനസ്സിലാക്കണം. ദാനധർമ്മങ്ങളും പാവപ്പെട്ടവരെ സഹായിക്കുക എന്നൊക്കെയും നമുക്ക് കാണാൻ സാധിക്കും. ഇസ്ലാമിക ചിന്തയിൽ അവരുടെ നോമ്പ് എന്ന് പറയുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് സക്കാത്ത് നൽകുക എന്നുള്ളതാണ്. നമുക്കും ഈ ഒരു നോമ്പിന്റെ അനുഭവത്തിൽ നമുക്കും യഹോവയാം ദൈവം നമ്മളെ ചൂണ്ടിക്കാണിക്കുന്ന, നമ്മളോട് പറയുന്ന ഒന്നാണ്, നീ നിന്നെ പോലെ തന്നെ നിന്റെ സഹോദരനെ സ്നേഹിക്കുവാൻ തക്കോണം നമുക്ക് നൽകുന്ന ആഹ്വാനം. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 34-35 വാക്യങ്ങൾ ദൈവം തമ്പുരാൻ നമുക്ക് നൽകുന്ന വാഗ്ദത്തം ഇപ്രകാരമാണ്, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു കൽപ്പന നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് പറയുവാൻ തക്കോണം സാധിക്കും. ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ അടയാളമായി സഹോദര സ്നേഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം. സഹോദരനോട് സ്നേഹമുണ്ടായെങ്കിൽ സ്നേഹമില്ലാത്ത ബലി പോലും ദൈവം തമ്പുരാൻ അംഗീകരിക്കില്ല എന്ന് നമുക്ക് കാണുവാൻ തക്കോണം സാധിക്കും. പ്രാർത്ഥനയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ സഹോദര ബന്ധവും ഈ സഹോദര സ്നേഹവും നമ്മുടെ ജീവിതത്തിലേക്ക് വളരെ വെളിച്ചത്തെ കടത്തിക്കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. സകല ന്യായപ്രമാണവും നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുന്ന ഏക വചനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, കരുണയും ക്ഷമയും മറ്റുള്ളവരോട് കാണിക്കുകയും അവരുടെ തെറ്റുകൾ ക്ഷമിക്കുവാനും, ഇതിന്റെ ആരംഭത്തിൽ എബിയച്ചൻ പറഞ്ഞതുപോലെ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ളതില് ഏറ്റവും കൂടുതൽ നാം കാണുന്നത് പോലെ ക്ഷമിക്കുവാൻ തക്കവണ്ണം ദൈവമേ എന്നെ പഠിപ്പിക്കണമേ.
ഞാൻ എന്റെ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നത് പോലെ എന്റെ കടങ്ങളും പാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയും. നമ്മുടെ സഹോദരങ്ങളോട് ക്ഷമിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിച്ചില്ല എങ്കിൽ നമ്മുടെ നോമ്പ് വ്യർത്ഥമായി തീരും, നമ്മുടെ പ്രാർത്ഥനകൾ വ്യർത്ഥമായി തീരും. അത് വെറുതെ ഈ മുറിവുകൾ പഴുത്ത് വ്രണം വന്ന് അത് നാറ്റം വെക്കുന്നത് പോലെയാണ് നാം നോക്കുന്ന നോമ്പും നമ്മുടെ പ്രാർത്ഥനകളും. അതിന് വേണ്ടുന്നതായ മരുന്നുകൾ നാം ചെയ്തില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് നാറ്റമുള്ളതായി തീരും. എന്നാൽ ആ മുറിവുകളെ വെച്ച് കെട്ടുവാനും ആ നല്ല ശമരിയാക്കാരനെ പോലെ കൂടുള്ളവനെ സ്നേഹിക്കുവാനും ദുരിതത്തിലും പ്രയാസത്തിലും ദുഃഖത്തിലും കഷ്ടതയിലും അനുഭവിക്കുന്നവരെ ചെന്ന് കണ്ട് അവരുമായിട്ട് ഇടപെടുവാനും ഒക്കെ സാധിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, അവരെ സ്നേഹിക്കുമ്പോൾ നമ്മുടെ നോമ്പ് സുഗന്ധമുള്ളതായി തീരും. അങ്ങനെ സുഗന്ധമുള്ള ആ സുഗന്ധം ദൈവസന്നിധിയിലേക്ക് കരേറിപ്പോകുന്നു എന്ന് പിതാക്കന്മാർ നോമ്പിന്റെ പ്രാർത്ഥനയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സഹോദര സ്നേഹം എന്ന് പറയുമ്പോൾ അതിൽ അടുത്തതായി ഊന്നി പറയുവാൻ തക്കവണ്ണം മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളൊരു മനസ്സുതിയും നമുക്കുണ്ടാകണം. നമുക്ക് ദൈവം തമ്പുരാൻ അനേകമായി നമ്മുടെ അധ്വാനങ്ങൾക്ക് 30, 60, 100 മേനിയായി ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, അതിന്റെ ഒരംശം നീ നിന്റെ സഹോദരന് വേണ്ടി മാറ്റിവെക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. ഒരിക്കൽ ഒരമ്മ തന്റെ മകനെ രോഗത്തിന്റെ വളരെ ഏറെ പ്രയാസമുള്ള ഒരു സാഹചര്യത്തിൽ, ഒരു മകന്, അവൻ 7 വയസ്സുള്ള ഒരു കാലഘട്ടത്തിൽ ആ മകന് കിഡ്നിയുടെ അസുഖം വന്നു. ആ മകനെയും കൂട്ടി ആ അമ്മ അന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ 1995, 96 കാലഘട്ടങ്ങളിലാണ്, വളരെ സാമ്പത്തിക പ്രയാസമേറിയ ഒരു കാലഘട്ടത്തിൽ ആ ഒരമ്മ തന്റെ മകനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവുകയും ആ മകന്റെ രോഗസ്ഥിതി വളരെ ഏറെ ക്രിട്ടിക്കലായി തീരുകയും ആ മകന് ഒരു 500 രൂപയുടെ ഒരു ഇഞ്ചക്ഷൻ വളരെ പെട്ടെന്ന് തന്നെ എടുത്തെങ്കിൽ മാത്രമേ ജീവനെ മുന്നോട്ട് നിലനിർത്തുവാൻ തക്കോണം സാധിക്കുകയുള്ളൂ. ആ അമ്മയുടെ കയ്യിൽ അന്ന് ആ 500 രൂപ എടുക്കുവാൻ തക്കോണം ഇല്ലാതിരുന്ന ഒരു സാഹചര്യമാണ്. ആ അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ആ മെഡിക്കൽ കോളേജിന്റെ ഫ്രണ്ടിലുള്ള ഓരോ മെഡിക്കൽ ഷോപ്പുകളിലും പോയിട്ട് ആ ആളുകളോട് കരഞ്ഞു പറഞ്ഞു, എന്റെ മകനെ രക്ഷിക്കുവാൻ എനിക്ക് ഈ മരുന്ന് വേണം, എൻ്റെ കയ്യിൽ പൈസ ഇല്ല, പക്ഷെ എന്റെ കഴുത്തിൽ ഒരു മിന്നുമാലയുണ്ട്, ഈ മാല നിങ്ങൾ വെച്ചിട്ട് എനിക്ക് ഈ മരുന്ന് തരുമോ എന്ന്. പ്രിയമുള്ളവരെ, അന്ന് ആ അമ്മ ഓരോ മെഡിക്കൽ ഷോപ്പുകളിലും കയറി ഇറങ്ങിയെങ്കിലും ആരും തന്നെ അന്ന് ആ മരുന്ന് കൊടുത്തില്ല. എന്നാൽ അതിനുശേഷം ഈ അമ്മ ആ മെഡിക്കൽ കോളേജിന്റെ ഫ്രണ്ടിലുള്ള ആ വലിയ ബസ് സ്റ്റാൻഡില് പോയി നിന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ മകന്റെ ജീവനെ രക്ഷിക്കുവാൻ, എൻ്റെ മകന്റെ ആയുസ്സിനെ രക്ഷിക്കുവാൻ തക്കവണ്ണം ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കുമോ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ കടന്നു വന്ന ഒരു പെന്തക്കോസ് പാസ്റ്റർ അന്നേ കാലത്ത് ആ അമ്മയുടെ കയ്യിൽ ഒരു 2000 രൂപ എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, മോള് ഈ പൈസയും കൊണ്ട് പോയി മകനെ രക്ഷിക്കുക എന്നുള്ളത്. പ്രിയമുള്ളവരെ, നമുക്കൊക്കെയും ഉണ്ട് എന്ന് നാം പറയുന്നുണ്ടെങ്കിൽ മാത്രമല്ല, പക്ഷെ അത് കൊടുക്കുവാനുള്ളൊരു മനസ്സുകൂടെ ദൈവം അതുണ്ടെങ്കിൽ മാത്രമേ നമുക്കുള്ളതിനെ നമുക്ക് അത് സന്തോഷത്തോടുകൂടെ ആക്കുവാൻ തക്കവണ്ണം സാധിക്കും. അങ്ങനെ ആ അമ്മ ആ മരുന്നുമായി ഹോസ്പിറ്റലിൽ ചെല്ലുകയും ആ മകന് ആ മരുന്ന് നൽകുകയും ആ മകൻ തിരിച്ച് ജീവിതത്തിലേക്ക് കടന്നു വരികയും ചെയ്തു. പ്രിയമുള്ളവരെ, ആ അമ്മ എൻ്റെ അമ്മയാണ്. ആ വ്യക്തി, ആ കുഞ്ഞ് ഞാനുമാണ്. ദൈവസന്നിധിയിൽ എൻ്റെ അമ്മ നിലവിളിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന സ്വർഗം കേട്ടു. ആ സ്വർഗം കേട്ടു ആ ദൈവിക മനുഷ്യനെ അവിടെ അയച്ച് ആ സഹായം അന്ന് ലഭിച്ചത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് അല്പസമയം നിങ്ങളോട് ദൈവവചനത്തെ പ്രഘോഷിക്കുവാൻ തക്കവണ്ണം, ഈ സാക്ഷ്യത്തെ സാക്ഷീകരിക്കുവാൻ തക്കവണ്ണം എനിക്ക് സാധിച്ചു. പ്രിയമുള്ളവരെ, നമുക്ക് ഉള്ളതിൽ നിന്ന്, ആ വിധവയായ സ്ത്രീ തനിക്ക് ഉള്ളതിൽ നിന്ന് മൊത്തം കൂടെയാണ് ദൈവത്തിന് സമർപ്പിച്ചത്. അതുകൊണ്ട് ഇന്നും ദൈവത്തിന്റെ വചനങ്ങളിലൂടെ ആ വിധവയായ സ്ത്രീ
നമ്മുടെയൊക്കെ മനസ്സുകളിൽ നല്ല സ്ഥാനം പിടിച്ച് ജീവിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ദൈവം നമ്മളോട്, ദൈവത്തിന്റെ തന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിൽ യഹോവയാം ദൈവം നമ്മളോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ഇത്രമാത്രമാണ്. ഞാൻ വിശന്നു വന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിപ്പാൻ തന്നു. ഞാൻ ദാഹിച്ചു വന്നു, നിങ്ങൾ എനിക്ക് കുടിപ്പാൻ തന്നു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ധരിപ്പിച്ചു. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടു. അപ്പോൾ നീതിമാന്മാർ ചോദിക്കുന്നുണ്ട്, ദൈവമേ, നിന്നെ ഞങ്ങൾ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ യേശു തമ്പുരാൻ പറയുകയാണ്, നിങ്ങളിൽ ചെറിയവരിൽ ഒരുവന് ചെയ്യുന്നത് എനിക്ക് ചെയ്തതായിട്ടാണ് സ്വർഗം അവിടുന്ന് വില കൽപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, നാം നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നമുക്ക് ദൈവം നൽകിയിട്ടുണ്ട് നമുക്കുള്ളതിൽ നിന്ന് നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കുവാൻ, ഇല്ലായ്മയിൽ വല്ലായ്മയിൽ മറ്റുള്ളവരെ സഹായിക്കുവാൻ തക്കവണ്ണം നമുക്ക് ദൈവം തമ്പുരാൻ നൽകിയിരിക്കുന്നതെന്ന് ചെയ്യുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. തീർച്ചയായും ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യും എന്നുള്ളത് എൻ്റെ ജീവിത സാക്ഷ്യത്തിലൂടെ എനിക്ക് നിങ്ങൾ ഓരോരുത്തരോട് പറയുവാൻ തക്കവണ്ണം സാധിക്കും. 3 കാര്യങ്ങൾ ഇതുവരെ ഞാൻ പറഞ്ഞു. ഒന്നാമതായി, നോമ്പിന്റെ അനുഭവം നമ്മുടെ ഹൃദയങ്ങളെ പരിവർത്തനമാക്കുന്നതായിരിക്കണം. ട്രാൻസ്ഫർമേഷൻ ഓഫ് ദ ഹാർട്ട് ആയിരിക്കണം നമ്മുടെ നോമ്പിന്റെ ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം നമുക്കുണ്ടായിരിക്കേണ്ടത് സ്ട്രെങ്തനിങ് ദ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. മൂന്നാമതായിട്ട് നമുക്കുണ്ടായിരിക്കേണ്ടത് ബ്രദർലി ലവ് ആണ്. നാലാമതായി, അവസാനമായും നോമ്പിന്റെ ദിവസങ്ങളിൽ നമുക്കുണ്ടായിരിക്കേണ്ടത് സ്വയം നിയന്ത്രണം എന്നതിലേക്കാണ് നമുക്ക് കടന്നു വരേണ്ടത്. സ്വയം നിയന്ത്രിക്കുക എന്ന് പറയുമ്പോൾ മാനുഷികമായ ബലഹീനതയും കുറ്റങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടാകാം, ദേഷ്യം ഉണ്ടാകാം, അസൂയ ഉണ്ടാകാം. പക്ഷെ ഇവിടെയൊക്കെയും നാം ചെയ്യേണ്ടത് നമ്മുടെ തെറ്റുകളെയും കുറ്റങ്ങളെയും നമ്മുടെ കുറവുകളെയും നാം മനസ്സിലാക്കി അതിനെ അവിടുന്ന് കഴുകി വെടുപ്പാക്കുന്ന കുമ്പസാരത്തിന്റെ അനുഭവത്തിലൂടെ കഴുകി വെടുപ്പാക്കി ആത്മനിയന്ത്രണവും സ്വയം നിയന്ത്രണവും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം സാധിക്കും. ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നമ്മുടെ ചിന്തകളെയും നമ്മുടെ വികാരങ്ങളെയും പ്രവർത്തികളെയും നിയന്ത്രിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. സെൽഫ് കൺട്രോൾ ടു ലീഡ് എ ക്രിസ്ത്യൻ ലൈഫ്, ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു കൺട്രോൾ അവർ തോട്ട്സ്, ഇമോഷൻസ് ആൻഡ് ആക്ഷൻസ്. അത് നമുക്ക് ചെയ്യുവാൻ സാധിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ഒരു ശക്തി ഉണ്ടാകാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. സദൃശ്യവാക്യങ്ങൾ 25-ാം അധ്യായം 28-ാം വാക്യത്തിൽ പറയുന്നു, മതിലില്ലാത്ത പട്ടണം പോലെയാണ് സ്വയം നിയന്ത്രണമില്ലാത്ത മനുഷ്യനെന്ന്. ലൈക്ക് എ സിറ്റി whose walls are broken through is a person who lacks self control. നോക്കൂ, എത്ര ശക്തമായിട്ടാണ് വേദപുസ്തകം നമ്മളെ അത് പഠിപ്പിക്കുന്നത്. സ്വയം നിയന്ത്രണം നമുക്കുണ്ടാകണം. സ്വയം നിയന്ത്രണം ഇല്ലാതിരിക്കുന്നത് മതിലില്ലാത്ത പട്ടണം പോലെയാണ്. സിറ്റി വോൾ ഇല്ലാത്ത ഒരു പട്ടണം പോലെയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുകയാണ്. സ്വയം നിയന്ത്രണം ഒരു വ്യക്തിയെ അപകടമായ അവന്റെ പല അവസ്ഥയിൽ നിന്നും രക്ഷിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു വോൾ അല്ലെങ്കിൽ ഒരു മതിലില്ല എങ്കിൽ ശത്രുക്കളുടെ ആക്രമണം പെട്ടെന്നുണ്ടാകാം. പഴയ കാലത്തെ കൊട്ടാരങ്ങൾ നമുക്കറിയാം, രാജാക്കന്മാർ വസിക്കുന്ന കൊട്ടാരങ്ങൾക്ക് ചുറ്റും വലിയ മതിലുകൾ. എന്തുകൊണ്ടാണ്? ശത്രുവിന്റെ ആക്രമണം ചെറുത്തു നിൽക്കുവാൻ തക്കോളം വലിയ മതിലുകളെ നമുക്ക് കാണാം. നമ്മുടെ മതിൽ ദൈവവുമായി ബന്ധത്തിൽ ദൈവിക പ്രാർത്ഥനയും ഉപവാസവും നോമ്പുമാകുന്ന മതിലുകൊണ്ട് നമ്മുടെ ശരീരങ്ങളെ അവിടുന്ന് മറയ്ക്കുവാൻ തക്കവണ്ണം, മതിൽ കെട്ടുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. ഞാൻ മറ്റുള്ളവർ പ്രസംഗിച്ച ശേഷം കൊള്ളരുതാത്തവനായി തീരുന്നതിനേക്കാൾ ആത്മനിയന്ത്രണവും കർത്താവെ സ്വയം നിയന്ത്രണമുള്ളവരായി ഈ അനുഗ്രഹീതമായ നോമ്പ് ദിവസത്തിൽ ക്രിസ്തീയ സാക്ഷ്യമുള്ള ജീവിതം നയിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. ലക്ഷ്യബോധവും നല്ല ഡിസിപ്ലിനുള്ള ശീലങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് നാം പകർത്തുമ്പോൾ പ്രലോഭനങ്ങളെ തിരിച്ചറിയുവാൻ, നമ്മുടെ തെറ്റിനെ തിരിച്ചറിയുവാൻ, നമ്മുടെ കുറവുകളെ തിരിച്ചറിയുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. ക്ഷമയും സ്ഥിരോത്സാഹവും ഈ സ്വയം നിയന്ത്രണത്തിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും എന്നുള്ളത് ഈ നോമ്പിന്റെ ദിവസങ്ങളിൽ നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. നാം നോമ്പിലേക്ക് കടന്നു വന്ന് ഈ ഒരു കാലഘട്ടം, ഈ ഒരു സീസൺ, ഒരു കാലഘട്ടത്തിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങാതെ
എന്റെ ദൈവത്തിങ്കിലേക്ക് ഞാൻ തിരിച്ചു ചെല്ലുന്ന ഓരോ നിമിഷവും എന്റെ സ്വർഗം സന്തോഷിക്കുകയാണ്. ആ മുടിയനായ പുത്രനെ പോലെ നമ്മുടെ തിരിച്ചുവരവിനെ നോക്കി കാത്തിരിക്കുന്ന ഒരു സ്വർഗവും ഒരു പിതാവും നമുക്കുണ്ട്. അവൻ ആഗ്രഹിക്കുന്നത് പോലെ നന്മയും പ്രസാദവും ക്രിസ്തീയ പൂർണ്ണതയുമുള്ള ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കണം. അത് ഈ ഒരു നോമ്പ് കാലഘട്ടത്തിൽ മാത്രമല്ല, എന്നും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചേർത്ത് വെക്കേണ്ടതായിട്ടുണ്ട് പ്രിയമുള്ളവരെ. കാരണം മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് വളരെ തുച്ഛവുമാണ്. നമുക്കറിയാം, നമ്മുടെയൊക്കെ സെമിത്തേരികളിൽ നമ്മുടെയൊക്കെ മരണശേഷം നമ്മുടെ ഒരു തലക്കല്ല് വെക്കും, ഒരു സ്റ്റോൺ വെക്കും. അവിടെ 2 ഡേറ്റുകൾ നമുക്ക് കുറിക്കുന്നത് കാണാം, ഡേറ്റ് ഓഫ് ബർത്തും ഡേറ്റ് ഓഫ് ഡെത്തും. ഈ 2 വരകൾക്കൂടെ, ഈ 2 ഡേറ്റുകൾക്കിടയിൽ ഒരു ചെറിയ ഹൈഫൻ നമുക്ക് കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരുടെയും ജീവന്റെയും ജീവിതത്തിന്റെയും വലിപ്പം എന്ന് പറയുന്നത് ഈ ചെറിയ ഒരു വരയുടെ അത്ര മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഈ വരയുടെ ഉള്ളിൽ ജീവിക്കുവാൻ തക്കവണ്ണം നാം ഏറെ പ്രയാസപ്പെടുമ്പോൾ, ഏറെ നമ്മൾ അതിനുവേണ്ടി കഷ്ടപ്പെടുമ്പോൾ, പക്ഷെ ആ നിമിഷം ദൈവത്തിങ്കിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കണം. ദൈവസന്നദ്ധിയിലേക്ക് അടുത്തു വരുവാൻ ദൈവം നമ്മളോട് പറയുകയാണ്. ഈ നോമ്പിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രിയമുള്ളവരെ, വീണ്ടും ഓർപ്പിക്കുകയാണ്, ഹൃദയ പരിവർത്തനവും ദൈവത്തോടുള്ള അടുപ്പവും, നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കുവാൻ, നമ്മുടെ ചുറ്റുപാടും ഉള്ളവരെ സ്നേഹിക്കുവാൻ ഉള്ള ഒരു മനസ്സും സ്വയം നിയന്ത്രണവും ഉണ്ടെങ്കിൽ ഈ നോമ്പ് അനുഗ്രഹീതമായിരിക്കും. ഈ നോമ്പിന്റെ ആരംഭം അനുഗ്രഹീതമായിരുന്നു, ഇതിന്റെ അവസാനവും അനുഗ്രഹീതമായി തീരുവാൻ തക്കോണം ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട അച്ഛന്റെ വാക്കുകൾക്ക് പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഈ സമയത്ത് രേഖപ്പെടുത്തട്ടെ. നോമ്പിൽ നാം എങ്ങനെയായിരിക്കണം എന്ന് നമ്മളെ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്ന ചില വാക്കുകൾ അച്ഛൻ വളരെ ഭംഗിയായി നമ്മളോട് അവതരിപ്പിച്ചു. ജീവിതത്തിന് വരുത്തേണ്ട മാറ്റങ്ങൾ അതെങ്ങനെയാണ്, നോമ്പിലൂടെ എങ്ങനെയാണ് യാത്ര ചെയ്യേണ്ടത്, നോമ്പിലൂടെ എന്താണ് അനുഭവിക്കേണ്ടത് എന്നൊക്കെ വളരെ അച്ഛൻ തൻ്റെ ജീവിതത്തിൽ നിന്ന്, ജീവിത അനുഭവങ്ങളിൽ നിന്നും, തരായിരിക്കുന്ന മേഖലകളിൽ നിന്നുമൊക്കെ നമ്മളെ പ്രത്യേകമായി ഓർമ്മിപ്പിച്ചു. പ്രിയപ്പെട്ട അച്ഛ, ഞങ്ങളുടെ നന്ദിയും സ്നേഹവും ഈ സമയത്ത് പ്രത്യേകമായി അച്ഛനെ അറിയിക്കുന്നു. ഈ സമയം അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി വേർതിരിച്ചു. ഇതിനുവേണ്ടി ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും സമർപ്പിക്കുന്നു. ദൈവം നമ്പുരാൻ കൂടുതലായി അനുഗ്രഹിക്കട്ടെ. ശുശ്രൂഷയിൽ കൂടുതൽ കരുതലോടെ ശ്രദ്ധയോടെ മുന്നേറുവാൻ ദൈവം നമ്പുരാൻ ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും സൗത്ത് വെസ്റ്റ് അമേരിക്കൻ ഡയസസ് MMBSന്റെ പേരിലുള്ള എല്ലാ സ്നേഹവും നന്ദിയും പ്രാർത്ഥനകളും ഈ സമയത്ത് പ്രത്യേകമായി അച്ഛന് സമർപ്പിക്കുകയും ചെയ്യുന്നു.